നേരത്തെയാണല്ലോ. ഇപ്പൊ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് കഴിഞ്ഞു വാട്ടോ എന്തേലും തരാന്. 2-3 ദിവസമായിട്ട് എന്നും നേരത്തെ വന്നിരിപ്പ. ഇവിടെ അല്ലെങ്കിൽ മുമ്പിലത്തെ മാവിന്റെ കൊമ്പില്. അതെന്താന്ന് വെച്ചാ ഇവിടുന്ന് കഴിക്കാൻ കിട്ടുമെന്ന് അറിയാം, അതാ. ഉവേ, താനല്ലേ ഇതെല്ലാം ശീലിപ്പിച്ചു വെച്ചേക്കുന്നേ. പിന്നെ കാക്കകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചേടാ, ഇങ്ങനെയൊക്കെ പോയാലും 100 രൂപ കുറവാണല്ലോടോ. ഇവിടെ ഇരുന്ന് ഇത് കൂട്ടിക്കൊണ്ടിരുന്നോ? ആ പിള്ളേരെ ഒന്ന് വിളിച്ച് എനിപ്പിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നോ? അവരെ എണീച്ചോളും, സമയാവുന്നല്ലേ ഉള്ളൂ. പോണു. മേഡം നല്ല ഉറക്കത്തിലാ. ഇത് തന്നെ പറ്റിയ അവസരം. ഫോണെടുക്ക, ഹോട്ട്സ്പോട്ട് ഓണാക്ക. ഈ പരട്ട ഫോൺ സ്റ്റക്കാവാൻ കണ്ട നേരെ ഹോട്ട്സ്പോട്ട് ഓണായി, നെറ്റ് ഓണായി. എടി കള്ളി, രാവിലെ തന്നെ നെറ്റ് പഠിക്കാൻ വന്നോളൂ. എടി ഒരു 5 മിനിറ്റത്തേക്കാ. അതെന്നാ നീ ഓഫ് ചെയ്തോ? അല്ല അക്ക, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കാം, ഇയാൾ നെറ്റ് തിന്നിറക്കുവാണോ? അത് പിന്നെ ഇന്നലെ ഞാനേ എഡിറ്റിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ആക്കിയപ്പോൾ നെറ്റ് തീർന്നു പോയി. അത് മാത്രമല്ല, എനിക്ക് 1.5 GB ഡേറ്റ ചെയ്തേ, എനിക്ക് 1 GB ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തീരും. 1.5 GB കയറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതും തീർത്തിട്ട് എൻ്റെ അടുത്തൊന്ന് നെറ്റ് വയ്ക്കും. ഇന്ന് പോണോ കൊച്ചേ? പോണം. അറ്റൻഡൻസ് ഉണ്ടമ്മ. എന്നാ ചായ കുടിക്കേ. ചായ ഇന്ന് കുടിക്കാനുള്ളതാണോ അതോ നാളെ കുടിക്കാനുള്ളതാണോ? അതെ, അങ്ങോട്ട് ചോദിക്കേ. ഇന്നലെ നീ ചായക്ക് ചൂടില്ലാന്ന് പറഞ്ഞോണ്ട് അച്ഛനെ തിളപ്പിച്ചേ. എന്നാ സാരമില്ല. ഇതിപ്പോ ഞാനായിരുന്നേ കാണായിരുന്നു. ഞാനെന്ന് ഇറങ്ങും. ആരൊക്കെ ക്ലാസ് കയറണ്ട്? ഞാനങ്ങൂല്ല ക്ലാസ്സിലോട്ട്. അപ്പൊ അറ്റൻഡൻസ് അങ്ങ് എടുത്താലോ? അതെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണേ, പ്രോഗ്രാം തന്നെ. അപ്പൊ അറ്റൻഡൻസ് ഉണ്ടാവൂടി. എങ്ങാനും എടുത്താലോ? നമ്മളെ പിന്നെ ഭയങ്കര കാര്യമായോണ്ടേ പറയാൻ പറ്റില്ല. അത് ശരിയാ, നമ്മൾ കയറാണ്ടിരിക്കുമ്പോഴേക്കും മിസ്സുമാര് പേരൻസിന് ഗ്രൂപ്പിലോട്ട് പേരിടാൻ പോകുന്നേ. അത് ശരിയാ, നമുക്ക് പോവാടി. ഫിക്സ് ആണോ? എടി നമുക്ക് പോണോടി. ഈ ഫസ്റ്റ് ഇവിടെ എന്ത് പഠിപ്പിക്കാനാ? എടി നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടി. അത് തന്നെ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അന്നും കൂടി വന്നിട്ട് തീരുമാനിക്കാം. എടി നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ. സോൾമേറ്റ് വരാത്തോണ്ട് വിഷമാന്ന് തോന്നണല്ലോ. അല്ല. വന്നൂലോ. എന്താ ഇവിടെ? നന്ദു നേരത്തെയാണല്ലോ. എന്നും എൻ്റെ ബസ്സിലല്ലാടി വന്ന. അതാ. നന്ദു, ഇന്ന് ക്ലാസ്സിൽ കയറണോ? നീ പറ. നമുക്ക് കയറിയാലോ? ഫസ്റ്റ് അവർ മാത്രമേ ഉള്ളൂ, പിന്നെ പരിപാടിയല്ലേ. അതെ, അറ്റൻഡൻസ് കളയണ്ടല്ലോ. എന്നാ പോവാം. ഹലോ, ഈ അഞ്ജന വരണ്ടേ? അഞ്ജന വന്നിട്ടും വലിയ കാര്യമില്ലാന്നേ. അതെ, ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് ഉറങ്ങാനല്ലേ. എടാ 9:25 ആയി. പോവാം. എല്ലാവരും ഒന്നും ഒരു നിമിഷത്തേക്ക് നിന്നേ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരിയല്ലേ? പിന്നെ നീ സുന്ദരിയല്ലേടി, വേറെ ആരും ഇല്ലെങ്കിൽ. പോടി പട്ടി. ഒന്ന് വരാവോ? വരുവാടി. അഞ്ജു, എനിക്ക് വിശക്കുന്നടി, എന്തേലും മേടിച്ചാടി. എൻ്റെ ഒരു 10ൻ്റെ പൈസയില്ല. എടി ഇമ്മയോട് ചോദിച്ചേ. എടി ഇമ്മേ, ദൈവക്ക് ചായ മേടിച്ചു കൊടുക്കാം.
പൈസതാ. ആ ബെസ്റ്റ്. അതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുമോ? ചിരിച്ചോണ്ടിരുന്നോട്ടോ, സാറ് തൂക്കിയെടുത്ത് വെളിയിൽ കളയും. പ്രോബ്ലം നമ്പർ 10. എല്ലാവരും വേഗം ചെയ്തേ. 10 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കണേ. ആ ബുക്കൊന്ന് തുറക്കാവോ ആവോ? തുറക്കാൻ പോകരുത് സാർ. ഇനി മിയെ ഇന്നാ പ്രോബ്ലം ചെയ്യണ്ടേ, നാളത്തേക്കല്ല. ഒരു 5 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ച്. ഈ നമ്മൾ പടം കാണുമ്പോഴേ 2 തരത്തിലുള്ള പടമല്ലേ, അവാർഡ് പടം, നോർമൽ പടം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അങ്ങനെ കുറച്ച് പേരുണ്ട് ഈ അവാർഡ് പടം പോലെ ഭയങ്കര സ്ലോ മോഷൻ. കേട്ടല്ലോ, നിന്നെ ഉദ്ദേശിച്ച മാത്രം. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, ഞാൻ അടുത്ത് വരുമ്പത്തിന് മാർജിൻ വരയ്ക്കല. ആ അത് 5. വേറെ കുറച്ച് പേരുണ്ട് ചത്താലും എന്റെ മൂത്ത് നോക്കില്ല എന്ന് ശപഥം ചെയ്തേക്കുക. എടാ, അത് നമ്മൾ ഉദ്ദേശിച്ച. അതെ. വേറെ കുറച്ച് പേര് കാൽക്കുലേറ്റർ എടുത്ത് എന്തോ വലിയ കാര്യമായിട്ട് കൂട്ടുണ്ട്, ഒരു കാര്യമില്ലാണ്ട്. ഓ ഇനി എനിക്ക് കാൽക്കുലേറ്റർ വേണ്ട. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതി, ബാക്കിലിരിക്കാൻ. എന്നിട്ട് പാടി എല്ലാരും കേറി. ഇനി നിന്നാ സീറ്റ്. ഇപ്പൊ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, നിങ്ങൾ നിങ്ങളുടെ ലവ് സ്റ്റോറീസ് പറ. ഫസ്റ്റ് ടൈമാ ഞാൻ എട്ടിപ്പടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ചാ ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുമായിരുന്നു. എന്നിട്ടെന്താ, 2 വർഷത്തിന് ശേഷം ഞാൻ സ്കൂളിൽ വെച്ച് അവനെ കണ്ടു വീണ്ടും. എനിക്കവൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിട്ട് പേര് ഒഴിപ്പിച്ചു. പക്ഷെ അവളെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലൈനുണ്ടോയെന്ന്. അടിപൊളി. എന്നിട്ട് നിങ്ങളിങ്ങനെ സെറ്റായത്? ആ അത് എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണ് ഇവൻ. അങ്ങനെ ആ കൂട്ടുകാരൻ വഴി എനിക്ക് നമ്പർ കിട്ടി. അവൻ എൻ്റെ നമ്പറും കൊടുത്തു. അങ്ങനെ ചാറ്റ് ചെയ്ത് അങ്ങനെ സെറ്റായി. നീ എന്താ നോക്കുന്നത്? അടുത്ത നിന്റെ ടേണാ. അതെ, തുടങ്ങിക്കോ. എൻ്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ